ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കിച്ചണിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുന്ന ഒരു ഡീക്ലട്ടറിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കിച്ചണിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിച്ചണിൽ എപ്പോഴും ഉണ്ടാവും. അപ്പം നമ്മൾ ഒരുപാട് സാധനങ്ങൾ എടുത്തു വെക്കാറുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ഡീക്ലട്ടറിങ് ചെയ്യുന്നത് ക്ലീനിങ്ങിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആമസോണിൽ നിന്ന് പുതിയതായിട്ട് വാങ്ങിച്ച ഒരു ഐറ്റത്തിൻ്റെ അൺബോക്സിങ്ങും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ ഒഴിവാക്കുന്നത് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ ഇത് നമുക്ക് ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ പാർട്ടിയൊക്കെ നടന്നപ്പോൾ ഇതുമാതിരിയുള്ള ബോക്സ് ഒരേപോലെയുള്ളത് ഒരുപോലെ വന്നപ്പോൾ ഞാൻ എടുത്തു വെച്ചതായിരുന്നു. പക്ഷേ ഞാൻ ഒരു ഡീക്ലട്ടറിങ് മൂഡിലായതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒഴിവാക്കാൻ വേണ്ടി ഡിസൈഡ് ചെയ്തേക്കുവാണ്. ഇനിയത്തെ ഒരു സംഭവം, ഇതുപോലുള്ള എക്സ്പയർഡ് ആയിട്ടുള്ള സ്പൈസസ് കുറേ നാൾ നമ്മൾ എടുത്തു വെച്ചിട്ട് ചീത്തായി പോയ ഐറ്റംസ് ഉണ്ടാവുമല്ലോ, പൂത്ത് പോയത്. പ്രത്യേകിച്ച് ഈ മഴക്കാലം ആയപ്പോഴത്തേനും നമ്മുടെ ചില പാക്കറ്റ്സൊക്കെ നോക്കുവാണെങ്കിൽ പൂത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. പിന്നെ ഞാൻ പുതിയതായിട്ട് വാങ്ങിയ കണ്ടെയ്നേഴ്സാണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഈ ഒരു കണ്ടെയ്നറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മൂടി നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. സാധാരണ തുറക്കുന്ന പോലെയല്ല, ജസ്റ്റ് ഫ്ലിപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതെനിക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. ഇപ്പോൾ പൊതുവേ ഞാൻ ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സാണ് വാങ്ങിക്കുന്നത്, പക്ഷേ ഈ ഒരു ഓപ്ഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഹോം സെൻറ്ററിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ 6 സെറ്റാണ് ഞാൻ വാങ്ങിച്ചത്. യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒരേപോലെ ഇട്ട് വയ്ക്കാൻ നമുക്ക് സ്റ്റോറേജും അതുപോലെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 6 ബോട്ടിൽസും കൂടി വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. തൽക്കാലം ഇപ്പം 6 ബോട്ടിൽസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ എനിക്കിതെന്തായാലും നല്ലൊരു കൺവീനിയൻ്റ് ആയിട്ട്, പിന്നെ ഞാൻ ഈ ഒരു ടൈപ്പ് ബോട്ടിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ നമ്മൾ തിരിച്ച് മൂടി വയ്ക്കുകയും പിന്നെ അതുപോലെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യും. അപ്പോൾ എന്തായാലും അതൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം. അടുത്ത ഐറ്റംസാണ് ഇതുപോലുള്ള സാഷേസ് ഉണ്ടാവില്ലേ, നമ്മൾ പല പിസ്സയൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ കിട്ടുന്ന സോസൊക്കെ നമ്മൾ ചിലപ്പോൾ എടുത്തു വയ്ക്കാറുണ്ട്. അപ്പോൾ അത് തന്നെ പല സമയത്തും എക്സ്പയർഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ അധികം ഇരിപ്പുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കുകയാണ് നല്ലത്. നമ്മുടെ ഹെൽത്തിനാണെങ്കിലും അതുപോലെ നമ്മുടെ സ്റ്റോറേജ് ഒഴിവാക്കാനും ഡീക്ലട്ടറിങ് ചെയ്യാനും അത് നല്ലതാണ്. അപ്പോൾ അതാണ് 3rd ഐറ്റം. അടുത്തതാണ് ഇങ്ങനെ കുറച്ച് പഴയതായിട്ടുള്ള മഗ്സ്, കുറച്ച് പൊട്ടിയതോ അല്ലെങ്കിൽ മാർക്ക് വീണതോ കറ പിടിച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ ഐറ്റംസൊക്കെ പൊട്ടിപ്പോയിട്ട് 1-2 മാത്രം അവശേഷിക്കുന്നത് നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റിയതുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ ഒഴിവാക്കുക. ഇതുപോലെ ഒറ്റപ്പെട്ടിരിക്കുന്ന ബോട്ടിൽസ്, പ്ലാസ്റ്റിക്കും ആവാം അതുപോലെ ഗ്ലാസ്സും ആവാം, അത് ഒരെണ്ണം മാത്രമായിട്ടൊക്കെ ഉള്ള സെറ്റ് ഇല്ലാതെ പിന്നെ കുറച്ച് പഴയതാകുമ്പോൾ മൂടികളൊക്കെ തുരുമ്പ് പിടിച്ചത് അങ്ങനെയുള്ളതുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പുതിയൊരു സെറ്റ് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ വരുന്ന പഴയ സെറ്റ് ഒഴിവാക്കാവുന്നതാണ്. അതായിരിക്കും കിച്ചൺ കാണാനും കുറച്ച് ഭംഗി. പിന്നെ അതുപോലെ ഒരേപോലുള്ള കണ്ടെയ്നേഴ്സ് വെക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി നന്നായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഒഴിവാക്കാമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനത്തെ ബോട്ടിൽസ് പെട്ടെന്ന് തന്നെ ഒഴിവാക്കുക. അടുത്തത് ഇതുപോലെയുള്ള പ്ലേറ്റ്സ്, ഉടയുന്ന പ്ലേറ്റ്സുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫൈബറിൻ്റെയൊക്കെ നമുക്ക് കുറേ നാളായിട്ട് യൂസ് ചെയ്ത് മടുത്ത പ്ലേറ്റുകൾ, ഇതിപ്പോൾ നല്ല പ്ലേറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തു വെച്ചതാണ്. പക്ഷേ നമുക്ക് ഒഴിവാക്കേണ്ട പ്ലേറ്റ്സ് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഫുഡ് ഐറ്റംസ്, ഇതിപ്പോൾ ബ്രൗൺ ഷുഗറാണേ, അത് ഇരുന്ന് പഴകി. പിന്നെ അതുപോലെ ചോക്ലേറ്റ് പൗഡർ, അതിൻ്റെയും എക്സ്പയറി കഴിഞ്ഞു. പിന്നെ കൂവപ്പൊടി ഉണ്ടായിരുന്നു കുറച്ച്, അതും ഞാൻ ഉപയോഗിക്കാതെ ഇരുന്ന് പഴയതായിപ്പോയി. അപ്പോൾ ഇതൊക്കെ തന്നെ ഒഴിവാക്കുകയാണ് കേട്ടോ. അപ്പോൾ മാസത്തിലൊരിക്കലെങ്കിലും നമ്മളിങ്ങനെ ഒരു ചെക്കിങ് നടത്തുന്നത് ഇതുപോലുള്ള സാധനങ്ങൾ ഒഴിവാക്കി കിച്ചണൊന്ന് ക്ലിയർ ആക്കി വിടാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഇനി നമ്മളെല്ലാവരും നല്ലപോലെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഞാനൊക്കെ നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എസ്പെഷ്യലി നമ്മൾ തിരക്ക് പിടിച്ച അമ്മമാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നോൺ സ്റ്റിക്ക് പാനുകൾ. നോൺ സ്റ്റിക്കിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ പല പാനുകളോ എന്താണെങ്കിലും അത് ശ്രദ്ധിക്കുക, അതിലെ കോട്ടിങ് പോയിട്ടുണ്ടോയെന്ന്. കോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യാനും, പിന്നെ മാക്സിമം നമുക്ക് പറ്റുന്നത് സ്റ്റീലും അതുപോലെ അയൺ തവ അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഇത് ഒരു സ്റ്റീൽ കുക്കറാണ് കേട്ടോ. ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വാഷർ മാറ്റിയിട്ടും എന്ത് ചെയ്തിട്ടും ഇതിൻ്റെ ആ ഒരു പ്രഷർ നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്തിട്ടും പിന്നെ അതിൻ്റെ പിടിയും പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ സ്റ്റീലായതുകൊണ്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചു ഇതൊന്ന് നന്നാക്കി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്താൽ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ 2 സ്റ്റീൽ പ്രഷർ കുക്കറുണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് അലുമിനിയം പാത്രങ്ങളാണ്. എൻ്റെ കയ്യിൽ വളരെ കുറച്ച് അലുമിനിയം പാത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സോസ് പാൻ പോലുള്ളത് എന്തെങ്കിലും തിളപ്പിച്ച് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അലുമിനിയം ഫുഡായിട്ട് മിക്സ് ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നതുകൊണ്ട് മാക്സിമം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു സംഭവം ഫ്രൂട്ട്സൊക്കെ വാഷ് ചെയ്യാനും എല്ലാം വേണ്ടിയിട്ട് നല്ലപോലെ യൂസ് ഉള്ളതാണ് കേട്ടോ. ഒരുപാട് യൂസ് ചെയ്തു. പിന്നെ അത് പൊട്ടി എന്നിട്ടും നമ്മളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കുറേ എത്തുമ്പോൾ നമ്മളത് മാറ്റിയേ പറ്റുള്ളല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് പുതിയൊരു ഐറ്റം വാങ്ങിച്ചു. സംഭവം നല്ലതാണ്, സ്റ്റീലിൻ്റെയാണ്. പക്ഷേ ഇതിൻ്റെ അത്ര വലിപ്പമില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എങ്കിൽ കൂടിയും ഞാനത് യൂസ് ചെയ്ത് നോക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം നല്ലതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ എന്നാലും കുറേ കൂടി യൂസ് ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നത് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റം തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ അൺബോക്സിങ് കണ്ടു നോക്കാം. അപ്പോൾ മുന്നത്തെ വെച്ചിട്ട് സാധനങ്ങൾ ഇപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും അതുപോലെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും ഞാൻ നല്ല പോലെ കുറച്ചിട്ടുണ്ട്. മുന്നേ നമുക്ക് ആവശ്യമെന്ന് തോന്നുന്നതൊക്കെ വാങ്ങി നോക്കാം അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഇപ്പോൾ പക്ഷേ നല്ലോണം നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ഓൾറെഡി അങ്ങനത്തെ അതിൻ്റെ വേറൊരു ഐറ്റം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാക്സിമം അത് യൂസ് ചെയ്തതിന് ശേഷം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നാമത് നമുക്കത് മണി സേവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത് നമുക്കിതുപോലെ സാധനങ്ങൾ ഒരുപാട് ആവുന്നത് കുറച്ചെടുക്കാനും പറ്റും. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് എഴുതി വയ്ക്കുക. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ നമ്മുടെ കാർട്ടിൽ വാങ്ങിക്കാതെ, ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണെങ്കിൽ നമ്മൾ അപ്പം തന്നെ വാങ്ങിക്കാതെ നമുക്ക് റിയലി അതിൻ്റെ ഒരു ആവശ്യം വരുന്നുണ്ടോ എന്ന് നമുക്കത് മനസ്സിലാക്കിയിട്ട് നമുക്ക് തന്നെ അത് ഉറപ്പ് വന്നതിന് ശേഷം വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പൈസ നമുക്ക് ലാഭിച്ചെടുക്കാനും അതുപോലെ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ കുന്നുകൂടുന്നത് കുറയ്ക്കാനും എല്ലാം നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഇതിപ്പോൾ കിച്ചൺ ഐറ്റംസിൻ്റെ കേസിൽ മാത്രമല്ല, നമ്മുടെ ഡ്രസ്സാണെങ്കിലും പിന്നെ നമ്മുടെ ജ്വല്ലറി, ആക്സസറീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കുമ്പോഴെല്ലാം നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ മാക്സിമം നമുക്ക് എല്ലാ കാര്യത്തിലും നല്ലൊരു കൺട്രോളും മണി മാനേജ്മെൻറ്റും അതുപോലെ ഡീക്ലട്ടറിങ്ങും ഓർഗനൈസിങ്ങും എല്ലാം നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ സാധനം ഇവിടെ അൺബോക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബ്ലൂ കളറാണ് കേട്ടോ ചൂസ് ചെയ്തത്. ഇതിൻ്റെ തന്നെ ഒരു ലെമൺ ഗ്രീനും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതിൻ്റെ താഴത്തെ പാത്രമില്ലേ, അതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. മേലത്തെ നെറ്റ് പോലുള്ളത് കുറച്ച് വെയിറ്റ് കുറവാണ്. എങ്കിലും ഞാൻ എന്തായാലും യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സ്റ്റീലാണല്ലോ, മുന്നേ പ്ലാസ്റ്റിക് ആയിരുന്നല്ലോ, അപ്പോൾ അതിൽ നിന്ന് സ്റ്റീലിലോട്ടൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വലിപ്പം ഇച്ചിരി കുറവാണ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് കിച്ചണിൽ നിന്ന് ഒഴിവാക്കേണ്ട കുറച്ച് കാറ്റഗറീസിൻ്റെ കാര്യങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞത്. അതുപോലെ ഡീക്ലട്ടറിങ് ചെയ്യാൻ ഉള്ളൊരു മോട്ടിവേഷനും കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ വീഡിയോയും നമ്മൾ ഡീക്ലട്ടറിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കമൻസ് അറിയിക്കാനും വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.